ഐ നോബഡി സിനിമ ഇന്നലെ തിയേറ്ററിൽ റിലീസായി ജൂലൈ 9 അത് ഫസ്റ്റ് ഡേ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് ഒരു 3 മിനിറ്റ് റിവ്യൂ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ പടം എന്തുകൊണ്ട് എനിക്ക് വർക്ക് ആയില്ല എന്നുള്ളത് അറിയണമെങ്കിൽ മാഡ്മാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വെരി ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് കിട്ടും. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് ഈ പടത്തിനെ ഒന്ന് റിവ്യൂ ചെയ്യാൻ പോവാണ്. ചിലപ്പോൾ ചെറിയ സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പടം കണ്ടിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ പടം കാണാൻ ഒരു രീതിയിൽ പ്ലാൻ ഇല്ലാത്ത ആൾക്കാർക്കും ഈ പടത്തിന്റെ ഈ റിവ്യൂ കാണാം. അപ്പോൾ ഈ പടത്തിന്റെ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം റോഷാക്കിന്റെ ക്രിയേറ്റേഴ്സിന്റെയാണ്. അതായത് നിസാം ബഷീർ ആൻഡ് സമീർ അബ്ദുൾ. നിസാം ബഷീർ ആണ് ഇതിന്റെ ഡയറക്ഷൻ, സമീർ അബ്ദുൾ ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. ഈ സെയിം ടീമാണ് നമുക്ക് റോഷാക്ക് തന്നത്. മമ്മൂട്ടിയെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് അത്രയും നല്ല ഡെപ്തിൽ ഒരുപാട് ജോണേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്ന നല്ല കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പടം തന്ന അവരിന്ന് നമ്മൾ ഐ നോബഡി കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ഒരു റെട്രോസ്പെക്റ്റിൽ ഞാനിപ്പോൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ആ പടത്തിനകത്ത് അവർ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരുപാട് കാര്യങ്ങൾ അവർ ഈ പടത്തിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ പാളിയിട്ടുണ്ട് എന്ന് പറയാം. എന്റെ ഷോർട്ട് റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ പടം ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ എടുത്തു വെച്ചേക്കുന്ന നമുക്ക് വർക്ക് ആവുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ട് ഈ പടത്തിന്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും കൂടെ ഒന്നും ഒത്തുപോകാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ പടം എവിടേക്കോ ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യും. അപ്പോൾ ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് സീനിൽ തന്നെ നമുക്ക് തുടങ്ങാം. കുറെ നമുക്ക് എക്സ്പെരിമെന്റേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഈ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ E4 എന്റർടൈൻമെന്റ് ബാനേഴ്സ് എന്ന് കാണിക്കുമ്പോൾ തന്നെ ഈ ഫസ്റ്റ് സീനിൽ നടക്കുന്ന ഓഡിയോ ഓൾറെഡി നമുക്ക് ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരുകളൊക്കെ എഴുതി കാണിക്കുമ്പോഴേ ഇതിന്റെ ഓഡിയോ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നും എന്തെങ്കിലും പ്രൊജക്ടറിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ എന്ന് വരെ നമുക്ക് തോന്നും. കാരണം കാണുന്ന വിഷ്വലും ഓഡിയോ നമ്മൾ ഒരു മാച്ചിങ്ങും തുടക്കം തൊട്ടേ ഇല്ല. അത് ചില ആൾക്കാർക്ക് വർക്കായിട്ട് അത് അത്ര ഭയങ്കര വർക്കായിട്ടുള്ള ഒരു സാധനമല്ല. പിന്നെ ഈ പടം തുടങ്ങുന്ന ഒരു മണി ഹൈസ്റ്റ്, അതായത് ഒരു ബാങ്ക് കൊള്ളയിൽ നിന്നാണ് ഈ പടം തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ പൃഥ്വിരാജിന് ഇൻട്രഡക്ഷൻ സീൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിനകത്ത് പൃഥ്വിരാജ് ഒരു നോബഡി ആയിട്ടാണ് ഇതിനകത്ത് അവർ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതായത് ആരും അല്ലാത്ത ഒരാൾ, സിസ്റ്റത്തിന് ഒരു രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിലാണ് കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ പുള്ളിയുടെ ആ ഒരു ഇൻട്രോ സീനിൽ തന്നെ പുള്ളിയുടെ റിവീൽ വരുമ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ പതറാണ്. ഭയങ്കര പുള്ളി ബുദ്ധിമുട്ടി പുള്ളിയെ ആൾക്കാർ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനിലാണ് പുള്ളിയുടെ ഇൻട്രോ. പക്ഷെ അതിൽ തന്നെ ഒരു സ്ലോ മോഷനും പുള്ളിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് പിന്നെ ഈ കാശ് ബാങ്ക് റോബറി ചെയ്ത ആൾക്കാർ പുള്ളിനെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് അവർ പോകുന്നു. പിന്നെ അവർ പുള്ളിയെ വീണ്ടും തിരക്കി തിരിച്ചു വരുന്നൊരു സീനുണ്ട്. അതിനകത്തൊരു കാറൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു ക്രാഷ് സീനുണ്ട്, ഒരു കാർ ആക്സിഡന്റ് ആവുന്ന ഒരു സീൻ. ആ സീനൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു ലോജിക് ഇല്ലാതെയാണ് ആ കാർ ക്രാഷ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ തമിഴ് മസാല പടത്തിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സീനിലാണ് ഈ കാർ ക്രാഷ് സംഭവിക്കുന്നത് ഫസ്റ്റ് തന്നെ. അപ്പൊ തന്നെ നമുക്ക് തോന്നും ഓക്കെ, ഇത് എന്താണ്, ഇതൊരു സാധാരണക്കാരന്റെ പടമാണോ ഇതൊരു മാസ് മസാല പടമാണോ എന്ന് അവിടെ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ ഈ പടം മുന്നോട്ട് പോകുമ്പോൾ റോഷാക്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, റോഷാക്കിൽ 2-3 ഇംഗ്ലീഷ് പാട്ടുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നേരെ തിരിച്ച് അവർ 2-3 ഹിന്ദി പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കഥാപാത്രവും നോർത്ത് ഇന്ത്യൻ എന്നല്ല, പൃഥ്വിരാജിന്റെ ഫാമിലിയോ അല്ലെങ്കിൽ ഈ സിനിമയിലുള്ള ഒരു ക്യാരക്ടർ നോർത്ത് ഇന്ത്യൻ എന്നല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് അവിടെ 2-3 ഹിന്ദി പാട്ടുകൾ എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ ഹിന്ദി പാട്ടോ അതോ ഏതൊരു പാട്ടിന്റെ ഇടയിൽ പെട്ടെന്ന് കളറായിരുന്ന സിനിമ പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. എന്നിട്ട് വീണ്ടും തിരിച്ചത് പാട്ടിന്റെ അവസാനത്തോടെ എത്തുമ്പോൾ വീണ്ടും അത് കളറാവും. അപ്പോൾ നമുക്ക് കുറെ ഇങ്ങനെയുള്ള ക്വസ്റ്റനബിൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ഡിസിഷൻസ് നമ്മൾ പടം ശ്രദ്ധിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും ഓൾറെഡി. പിന്നെ ഫസ്റ്റ് ഹാഫ് വർക്കായി എന്ന് ഞാൻ എന്റെ ഷോർട്ട് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് വർക്കായി എന്ന് ഞാൻ പറയുമ്പോൾ പോലും ഇങ്ങനെയുള്ള കുറെ ഗ്ലെയറിംഗ് ആയിട്ടുള്ള മിസ്മാച്ചസ് നമുക്ക് ഫീൽ ചെയ്യും. ജോണറിലും ഫീൽ ചെയ്യും, ഇവരെ എഡിറ്റിംഗ് ഡിസിഷൻസിൽ ഫീൽ ചെയ്യും. പിന്നെ നന്നായിട്ട് തോന്നുന്നത് ക്യാമറയാണ്. ഇതിനകത്ത് ക്യാമറ വർക്ക് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റണ്ട് സീക്വൻസ് ഉണ്ട്, ഒരു അതിഥി തൊഴിലാളിനെ പൃഥ്വിരാജ് പിടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കുന്ന ഒരു സീനുണ്ട്. അത് നല്ല വൃത്തി കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു സ്റ്റണ്ട് കോറിയോഗ്രാഫി അല്ല അവിടെ ചെയ്തിരുന്നത്. ഒരു ലിഫ്റ്റിലാണ് ആ സ്റ്റണ്ട് കോറിയോഗ്രാഫി ചെയ്തിരുന്നത്. അതിൽ ക്യാമറയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഫ്റ്റിന്റെ മേളത്തെ ഫാന്റെ പെർസ്പെക്റ്റീവിൽ നിന്നൊക്കെ നല്ല രീതിയിൽ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ലിഫ്റ്റ് ഭയങ്കര കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യും. അതെനിക്ക് നന്നായിട്ട് തോന്നി. പിന്നെ ഈ ഇന്റർവെല്ലിനോട് അടുക്കുമ്പോൾ ഈ മണി റോബറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്യാഷിന്റെ അവരിന്ന് മോഷ്ടിച്ചേക്കുന്ന ഒരു 17 കോടി രൂപയുണ്ട് ആ ബാങ്ക് റോബറി കഴിഞ്ഞിട്ട്. ആ 17 കോടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ 17 കോടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ശരിക്കും പറഞ്ഞ ഇന്റർവെൽ ഈ പടം കൊണ്ട് നിർത്തുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് നമ്മൾ തിയേറ്ററിൽ ഓക്കെ എന്തായി എന്ന് അറിയാം എന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു വന്ന് ഈ പടം കണ്ടു തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ പിന്നെ പടം വേറെ ഏതോ ട്രാക്കിലേക്കൊക്കെ പോവാണ്. ഈ 17 കോടിനൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ പൃഥ്വിരാജിന്റെ കുടുംബജീവിതം, പിന്നെ ഇതുവരെ ഇല്ലാത്ത കുറെ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ കയറി വരും, പിന്നെ പബ്ലിക്കും പൃഥ്വിരാജും തമ്മിൽ കുറെ സീനുകൾ,
പിന്നെ ക്ലൈമാക്സിനോട് കടക്കുമ്പോൾ മുഖ്യമന്ത്രി വരെ ഈ പടത്തിലേക്ക് കയറി വരും. അതുവരെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു മെൻഷനും ഇല്ല, മുഖ്യമന്ത്രിക്ക് ഒരു രീതിയിലുള്ള സീനും എസ്റ്റാബ്ലിഷിംഗ് ഒന്നുമില്ല. പക്ഷെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ മുഖ്യമന്ത്രി, നമ്മുടെ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. പുള്ളിയൊക്കെ വന്ന് പത്രസമ്മേളനമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ബാങ്ക് റോബറിന്ന് തുടങ്ങി, അവിടെ നിന്ന് കിട്ടിയ കാശിന്ന് തുടങ്ങി, പിന്നെ പൃഥ്വിരാജിന്റെ കുടുംബജീവിതം, പിന്നെ അത് കഴിഞ്ഞ് ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞ് കുറെ പോലീസുകാര്, കുറെ പബ്ലിക്, പിന്നെ എവിടെ ഇല്ലാത്ത കുറെ വില്ലന്മാര്, പിന്നെ അവസാനമാകുമ്പോൾ മുഖ്യമന്ത്രി. അതിലേക്കാണ് പടം എത്തി നിൽക്കുന്നത്. അതായത് റോഷാക്കിൽ നമ്മൾ എന്താണോ കണ്ടത്, ഒരു ജോണർ ഷിഫ്റ്റിംഗ്, ഒരു റിവെഞ്ച് സ്റ്റോറിന്ന് പിന്നെ ഒരു കുറച്ചൊരു സൂപ്പർ നാച്ചുറലിലേക്കൊക്കെ പോയിരുന്നു റോഷാക്ക്. അതുപോലെ തന്നെ ഇവിടെ അവർ പല ജോണേഴ്സും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു എംബഡഡ് ആയിട്ട് നമുക്കത് ഒരു കഥയായിട്ടൊന്നും തോന്നാത്ത രീതിയിൽ ഒട്ടും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് ഐ നോബഡി. അത് എസ്പെഷ്യലി അതിന്റെ സെക്കൻഡ് ഹാഫ് ആണ് ഈ പടത്തിന് ഇങ്ങനെ റൂയിൻ ചെയ്യാനുള്ള ഒരു വലിയൊരു റീസൺ. എന്ന് പൃഥ്വിരാജ് ഇൻട്രോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ഒരു നോബഡിയാണ്, സാധാരണക്കാരനാണ്. പക്ഷെ പുള്ളിയുടെ ഫേസ് റിവീൽ ചെയ്യുമ്പോൾ തന്നെ ഒരു മാസം നമുക്ക് ഫീൽ ചെയ്യും അവിടെ. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി സാധാരണക്കാരനാണ്, പക്ഷെ ഈ 3 വില്ലന്മാർ പുള്ളിയുടെ നേർക്ക് വരുമ്പോൾ പുള്ളി എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ, നമ്മൾ പറഞ്ഞില്ലേ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന ഇങ്ങനെ ഒരു നിപ്പുണ്ട്. ആ പുള്ളിയുടെ മസിൽ കാണുമ്പോൾ തന്നെ ഈ 3 പേരുടെയും കൈയും കാലൊക്കെ വിറച്ച് കാർക്ക് ഇങ്ങോട്ടോ തെറിച്ച് പോവുകയാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അവിടെ ഒരു ഇത് സാധാരണക്കാരനാണോ അതോ ഇതൊരു മാസ് മസാല പടമാണോ എന്ന് ഞാൻ പറഞ്ഞില്ലേ. പുള്ളിയുടെ സൂപ്പർ സ്റ്റാർ ഓവറൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യും പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ, പുള്ളി ഇങ്ങനെ സാധാരണക്കാരനായിട്ട് നിൽക്കുമ്പോഴും പുള്ളി മസിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നോക്കി ജനങ്ങളൊക്കെ പുള്ളി കൈവയ്ക്കാനൊക്കെ വരും. ഇടയിലൊക്കെ വെച്ചിട്ട് നാട്ടുകാരൊക്കെ പുള്ളി പിടിച്ചിടിക്കാനൊക്കെ തോന്നും നാട്ടുകാർക്ക്. എന്നിട്ട് പുള്ളി വന്ന് ഇടിക്കും. അപ്പൊ പുള്ളി ഇടിക്കുന്ന ഇടികൾ സാധാരണക്കാരാണ്, പക്ഷെ പുള്ളിയുടെ ഇടിയൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ മലയാള സിനിമ ഓൾറെഡി നമുക്കൊരു റിയലിസ്റ്റിക് ബാർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണാൻ നമുക്ക് എന്തോ പോലെയൊക്കെ തോന്നും. പിന്നെ ഈ ഐനോയുടെ ട്രെയിലറിൽ എനിക്കൊരു ചെറിയ പെശൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഐനോയുടെ ട്രെയിലർ, ഫസ്റ്റ് ഇറങ്ങിയ ട്രെയിലർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഡയറക്റ്റഡ് ബൈ നോബഡി, ക്യാമറ ബൈ നോബഡി, എഡിറ്റഡ് ബൈ അനദർ നോബഡി. ഈ പറയുന്ന നോബഡീസ് എന്നൊക്കെ പറഞ്ഞ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ പൃഥ്വിരാജ്, ഇവരൊക്കെയാണ് പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇവരൊക്കെയാണ് നോബഡി. ഡയറക്ടർ നിസാം ബഷീർ, സ്റ്റോറി എഴുതിയേക്കുന്ന സമീർ അബ്ദുൾ, ഇവരൊക്കെ റോഷാക്കിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ അക്ലെയിംഡ് ആയിട്ട് നിൽക്കുന്ന സിനിമയിലുള്ള ആൾക്കാരാണ് ഇവർ നോബഡി എന്നൊക്കെ. ഇവർ ഭയങ്കര ഗിമ്മിക്കായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാൻ ഭയങ്കര സട്ടിലായിട്ട് ചെയ്യാനാണ് ഉദ്ദേശം തോന്നും. പക്ഷെ ഭയങ്കര ഓവറായിട്ടാണ് ഇത് നമ്മൾ പെർസീവ് ചെയ്തിരിക്കുന്നത് ഈ പടത്തിനകത്ത്. പിന്നെ ഇതിനകത്ത് സ്റ്റൺസ് ആണെങ്കിൽ പോലും പൃഥ്വിരാജ് സാധാരണക്കാരൻ ഇടിക്കുന്ന ഇടിയൊന്നല്ല ഞാൻ പറഞ്ഞില്ലേ. പുള്ളി പബ്ലിക്കൊക്കെ വരും, പബ്ലിക്കിനെയും പിന്നെ ഈ പറഞ്ഞ തൊഴിലാളികളെയും പിന്നെ ഈ അവിടുത്തെ സെക്യൂരിറ്റീനെയും പിന്നെ പോലീസുകാരെയൊക്കെ ഇടിക്കുന്നുണ്ട് ഈ പടത്തിനകത്ത്. എങ്ങനെയാണ് ഇതൊരു സാധാരണക്കാരന്റെ കഥയാവുന്നത് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടില്ല. പക്ഷെ പടത്തിന്റെ പേര് ഐ നോബഡി.